വയനാട് ഉരുൾപൊട്ടലിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാക്പോരം. ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാണ് വിവാദമായത്. ഇതിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി. വിഷയത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും എത്തിയതോടെ വയനാട് ദുരന്തത്തിന് രാഷ്ട്രീയ നിറവ് ലഭിക്കുന്നു. 2 തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഈ മാസം 23-നും മുന്നറിയിപ്പ് നൽകി. ജൂലൈ 23-ന് 9 NDRF സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം. ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല? കേരള സർക്കാർ എന്ത് ചെയ്തുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടിയെടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകും. രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അമിത്ഷയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി. കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തുവെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം വയനാട്ടിൽ പ്രവചിച്ചത് 204 മില്ലിമീറ്റർ മഴയായിരുന്നു. എന്നാൽ ദുരന്ത മേഖലയിൽ 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ പെയ്തു. 23 മുതൽ 28 വരെ ഓരോ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേന്ദ്രത്തിന് നൽകിയ മുന്നറിയിപ്പിൽ ഒരു ദിവസം പോലും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നില്ല. 29-ന് ഉച്ചയ്ക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയത്. 30-ന് ഉരുൾപൊട്ടൽ നടന്ന ശേഷമാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചത്. 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ആദ്യത്തെ 24 മണിക്കൂറിൽ ദുരന്ത മേഖലയിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയും പെയ്തു. പ്രദേശത്ത് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. അപകടമുണ്ടായ ശേഷം രാവിലെ 6 മണിയോടെയാണ് റെഡ് അലർട്ട് നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറയുന്ന കാര്യത്തിൽ വസ്തുതയില്ല. NDRFനെ കേരളം നേരത്തെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തേക്ക് അയച്ചത്. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് എല്ലാ മുൻകരുതലും കേരളം എടുക്കാറുണ്ട്. ഈ ദുരന്തങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായാണ് സംഭവിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോൾ കുറ്റം ആരുടെയെങ്കിലും പിടലിക്കിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയല്ല വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കോൺഗ്രസ് നേതാവും MP-യുമായ KC വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. വിഷയത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും എത്തി. കേരളത്തിന് പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നാണ് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. വയനാട്ടിലെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സാധിക്കാതിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നും K. സുരേന്ദ്രൻ വിമർശിച്ചു.